നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ ആശയങ്ങളൊക്കെ അവിടെ ഇവിടെ ചെതറിക്കിടക്കുന്നതായിട്ട് ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും. കാരണം പല ആശയങ്ങളും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളിന്ന് ഈ വായിക്കുന്ന വിഷയങ്ങൾ തന്നെ ലോകം, ജയം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്നൊക്കെയുള്ള ഉപയോഗങ്ങളൊക്കെ പല ഭാഗത്ത് അത് മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാലും സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ചിന്താധാരയിൽ നിന്നല്ല, മറിച്ച് തികച്ചും ആത്മീയമായിട്ടുള്ളതും അന്ന് കണ്ടംപററി ആയിട്ട് ആനുകാലികമായിട്ട് വളരെ പ്രസക്തിയുള്ളതുമായിട്ടുള്ള ഒരു ചിന്താധാരയിൽ നിന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ അത് പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. അത് അന്ന് സംജാതമായിരിക്കുന്ന ദൈവസഭയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ദുരുപദേശങ്ങളുടെ വെളിച്ചത്തിലും അവരുടെ ചില തെറ്റായ അവകാശവാദങ്ങളുടെ രക്ഷയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളും അവകാശവാദങ്ങളുടെയും വെളിച്ചത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലന് ഇത് വളരെ കാറ്റഗറിക്കലായിട്ട് ഈ നിലയിൽ വീണ്ടും 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 അത് പറയേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെ നമുക്കറിയാമല്ലോ. ഈ ചില സാക്ഷ്യം എന്നൊക്കെ പറയുമ്പം പല ആൾക്കാരും അത് പലപ്പോഴും അത് തിയോളജിക്കൽ സർക്കിൾസിൽ അത് വ്യാഖ്യാനിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള കാര്യങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അതൊക്കെ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഫിലോസഫിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നും ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ്, ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണം, ക്രിസ്തുവിൻ്റെ മരണമടക്കം പുനരുത്ഥാനങ്ങൾ, ആ കർത്താവിൻ്റെ മരണം മുഖാന്തരം അടക്ക പുനരുത്ഥാനങ്ങൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന രക്ഷ, പാപക്ഷമ, അതുപോലെ വിശുദ്ധീകരണം, ഈ അനുഭവങ്ങളൊക്കെ തെറ്റാണെന്നും അതൊന്നും യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല എന്നും പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അദ്ദേഹം പറയാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത് എന്നും ഈ മെറ്റീരിയൽ വേൾഡ് തന്നെ ഈവിളാണെന്നും അതുകൊണ്ട് ഈ മെറ്റീരിയൽ വേൾഡിൽ ഇരുന്നുകൊണ്ട് ഒരു ആത്മീയ ജീവിതം സാധിക്കയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന വ്യക്തികളോട് ഈ മെറ്റീരിയൽ വേൾഡിലെ തന്നെ ചില കാര്യങ്ങൾ എടുത്തിട്ട് ആണ് ക്രിസ്തു ലോകത്ത് ജീവിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നും നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്നും അതുപോലെ നമ്മുടെ പ്രത്യാശ ശരിയായിട്ടുള്ള പ്രത്യാശയാണെന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് ഏത് ഭാഗത്തും എങ്ങനെയും തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം വളരെ ശക്തമായിട്ട് വിവരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പോർഷനാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗവും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ലോകപ്രകാരമുള്ള ഒരു ചിന്ത തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തോട് അടുക്കും തോറും ആൾക്കാർ പേടിക്കുക ചെയ്യുന്നത്, ഭയക്കുക ചെയ്യുന്നത്. കാരണം ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? ഇത്രയും വലിയവനായ ദൈവം, വിശുദ്ധനായ ദൈവം, അല്ലെങ്കിൽ അവരുടെയൊക്കെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഓരോരോ ദൈവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തോട് അടുക്കാനായിട്ട് സാധിക്കയില്ല എന്നുള്ളതും അത് ഒരു ഭയമാണ് അവരെ ഗ്രിപ്പ് ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ആ സ്നേഹം മനസ്സിലാക്കി യേശുവിനോട് അടുത്ത ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ദൈവത്തിനോട് അടുക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അവരെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലേക്ക് എത്തപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം. ദൈവത്തിൻ്റെ വചനമാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട്, സ്നേഹം ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അവൻ മുഖാന്തരം ജീവിക്കേണ്ടതിന് അയച്ചത് തന്നെ ആ സ്നേഹമാകുന്നു. അത് അങ്ങനെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷമായി നാം അവനെ സ്നേഹിച്ചതല്ല, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആരാ വസിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആരാ നിലനിൽക്കുന്നത്? അത് യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്.
അങ്ങനെയുള്ള വ്യക്തികളാ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കും. നമ്മൾ ഇന്നലെ തന്നെ ചിന്തിച്ചല്ലോ. അല്ലാതെ വേറെ ഏതെങ്കിലും സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ ആണെന്ന് വിചാരിക്കുന്ന നിലയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല. അത് ഈ ലോകത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ചെയ്യാം, അല്ലാത്ത വ്യക്തിക്കും ചെയ്യാം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം ഒരു വ്യക്തി അറിയുന്നതും സ്നേഹം എന്താണെന്ന് അനുഭവിക്കുന്നതും അറിയുന്നതും യേശുവിനോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നത്, സ്നേഹം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നത്. ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ, മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ യഥാർത്ഥമായിട്ട് സ്നേഹം എന്താണെന്ന്, യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന്, ദൈവം സ്നേഹിക്കുന്ന സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയാനിടയായി തീരുന്നത് ഒരു വ്യക്തി യേശുവിലേക്കും യേശു കർത്താവ് അവന് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യം എന്താണെന്ന് ഗ്രഹിച്ച് സർവാത്മനാത് അംഗീകരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഈ സ്നേഹം എന്താണ്, പകരം ഇച്ഛിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ നിഷ്കാമമായിട്ട് ദൈവം ചെയ്തതായിട്ടുള്ള ഈ സ്നേഹം എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അങ്ങനെ സ്നേഹം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്നേഹം കൊണ്ട് വേറൊരു വ്യക്തികളെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ അങ്ങനെ ആ സ്നേഹം മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലുള്ള ഭയങ്ങളെ എല്ലാം തുടച്ചു കളയാൻ, ഡ്രൈവ്സ് ഇറ്റ് അവേ എന്നാണ് വായിക്കുന്നത്. പെർഫെക്റ്റ് ലവ് ഡ്രൈവ്സ് ഔട്ട് ഓൾ ഫിയേഴ്സ്. എല്ലാ ഭയങ്ങളെയും ഹൃദയത്തിൽ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവകൃപയിലും വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഭയങ്ങളാൽ ഭരിക്കപ്പെടുകയില്ല എന്നുള്ളതാ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന സാക്ഷ്യം. 34-ാം സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു, അവൻ്റെ ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് വരെ ഒരു വാക്യമുണ്ട് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവൻ്റെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുക, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മാത്രമല്ല അവനെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുക. അപ്പൊ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ അനുഭവം, അത് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, ഈ സ്വന്തം പുത്രനെ തന്ന് നമ്മളെ സ്നേഹിച്ച ഈ സ്നേഹം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവം, അവൻ എല്ലാ ഭയങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ 34-ാം തോന്നുന്നു, അതെ, 4-ാം വാക്യം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്ന് നമ്മളവിടെ വായിക്കുക. അപ്പം ഈ ദൈവകൃപയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ് എല്ലാ നിലയിലുള്ള റിസർവേഷൻസിൽ നിന്നും, എല്ലാ നിലയിലുള്ള ഭാവിയിലോ ഏതെങ്കിലും നിലയിൽ അവനെ ഗ്രസിച്ചേക്കാവുന്നതോ ഗ്രസിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഭയങ്ങളിൽ നിന്നൊക്കെ ദൈവം അവനെ വിടുവിക്കുന്നു എന്നുള്ളത്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിലല്ല എന്ന് പറയേണ്ടി വരും. കാരണം വിശ്വാസത്തിന് നേരെ എതിരായിട്ടുള്ള ഒരു കാര്യമായി ഈ ഭയം. ക്രിസ്തുവിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഗ്രഹിക്കുമ്പോൾ അവനായിരിക്കുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവരും. ആരെങ്കിലും എന്നെ കേൾക്കുന്ന വ്യക്തികൾ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, വചനം വായിക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു, ഒക്കെ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഈ വീണ്ടും ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ ഇന്നും ആ പൂർണ്ണമായ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിച്ചിട്ടില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയാൻ. രക്ഷിക്കപ്പെട്ട് കാണും, സ്നാനപ്പെട്ട് കാണും, അഭിഷേകം പ്രാപിച്ചു കാണും, പല പല കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുകയല്ല. എന്നാൽ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു ഭയപ്പെടുത്തുന്ന സ്നേഹം, ഒരു എൻസ്ലേവ് ചെയ്യുന്നതായിട്ടുള്ള, അടിമപ്പെടുത്തുന്ന സ്നേഹമല്ല ഇത്. വിടുവിക്കുന്ന സ്നേഹം, സ്വതന്ത്രമാക്കുന്ന സ്നേഹം, ഭയങ്ങളിൽ നിന്ന്, എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന സ്നേഹമാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നതായിട്ടുള്ള കാര്യം. നോക്കിയാട്ടെ, അടുത്ത കാര്യം നമ്മൾ ഇന്നലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഇന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യം, വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളത്. ഞാൻ പൗലോസിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇത് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, സഹസ്രാധിപൻ വന്ന് പറയുക, നീ
ഞാൻ റോമാ പൗരനാന്ന് അറിഞ്ഞിട്ട് വന്ന് ചോദിക്കുക, നീ ഞാൻ ഏറിയ മുതൽ കൊടുത്തത് മേടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം പൗലോസ് തിരിച്ചു പറയുന്നത്, ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അദ്ദേഹത്തോട് പ്രതിവചിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ റോമാ പൗരൻ, കാരണം നമുക്കറിയാമല്ലോ ആ തർസോസ് എന്ന് പറയുന്ന സിറ്റിയിലുണ്ടായിരുന്ന പ്രധാന അത് ഒരു രാജാവ് കീഴടക്കുകയും അതിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. അങ്ങനെ അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ മക്കളായിട്ട്, അല്ലെങ്കിൽ അവിടെ റോമാ പൗരന്മാരായിട്ടുള്ള പദവി അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയും അവരുടെ മക്കളായിട്ട് ജനിക്കുന്ന എല്ലാവരും റോമാ പൗരന്മാരാണ്. പ്രത്യേകിച്ച് മുതൽ കൊടുത്തല്ല മേടിക്കുന്ന, റോമാ പൗരന്മാരായിട്ട് അവർ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ചോദിക്കുക, നമ്മളിപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ധനികനായ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനായിട്ട് ജനിക്കാനായിട്ട് ഇപ്പം എന്താ ചെയ്യാൻ കഴിയുന്നത്? നമ്മളിപ്പം ഒരു IAS എക്സാം എഴുതി അതിൽ ഏറ്റവും ടോപ്പറായിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള പല മത്സര പരീക്ഷകളൊക്കെ ജയിച്ച് അതിലൊക്കെ ടോപ്പറായിട്ട് വന്നാൽ എനിക്ക് അംബാനിയുടെയോ ടാറ്റയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ മോനായിട്ട് ജനിക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഞാൻ പറയുന്ന ചിന്ത എത്ര നിരർത്ഥകമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ ജനനമാണ് നമ്മളെ ആ ചില ദൈവികമായ സത്യങ്ങളിലേക്കും ദൈവികമായിട്ടുള്ള ആ സ്ഥാനങ്ങളിലേക്കും നമ്മളെ ക്വാളിഫൈ ചെയ്യുന്നത്. നമ്മൾ വേറൊന്നും ചെയ്യണ്ട, നമ്മൾ ജനിച്ചാൽ മതി. ഞാൻ അംബാനിയുടെ ഭവനത്തിൽ ജനിച്ചാൽ അംബാനിയുടെ കാര്യങ്ങൾക്ക് എല്ലാം അവകാശിയായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവകാശിയാകുന്നത് പോലെ ഒരു വ്യക്തി ദൈവഭവനത്തിൽ ജനിക്കുക എന്നുള്ളത് വലിയ മാർമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യം. അതിലൂടെയാണ് ഈ ദൈവികമായ ശക്തിയും ദൈവികമായ വിടുതലും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങളും നമ്മുടെ സ്വന്തമായിട്ട് തീരുന്നത് പരിശ്രമിച്ചിട്ടല്ല, അവനിൽ നിന്ന് ജനിക്കുകയും അവനിൽ വസിക്കുകയും ചെയ്തിട്ടാണ്. വസിക്കുന്ന കാര്യവും വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവത്തിൽ ജനിക്കുന്നതായിട്ടുള്ള അനുഭവം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു. അതെങ്ങനെയാ ജനിക്കുന്നത്, എങ്ങനെയായി സ്നേഹം അറിയുന്നത്? എല്ലാവരും ജനറലായിട്ട് ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു, ദൈവമാണ് അവരുടെ നിലനിൽപ്പിന് കാരണം, ആ നിലയിൽ ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ ആരാണ് അവരോട് കാണിച്ച ഈ കാൽവരി സ്നേഹത്തിന്? ദൈവം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കുകയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് വായിക്കുമ്പോൾ ഈ സ്നേഹത്തോട് മീനിങ് ഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ആരാ? അവരെയാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവത്തിന്റെ മക്കൾ എന്നൊക്കെ ഉള്ളത് യോഹന്നാൻ ഈ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വിഷയങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. അല്ലാതെ നിങ്ങൾ ഇത്രയും ബൈബിൾ വായിക്കണം, ഇത്രയും പ്രാർത്ഥിക്കണം, ഇത്രയും ഇതുപോലൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ആണെങ്കിൽ അവസാനം ദൈവമക്കളാകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ ദൈവമക്കളായോ ഇല്ലയോ എന്ന് ഡിക്ലെയർ ചെയ്യാമെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവിക ഭവനത്തിൽ ദൈവത്തിന്റെ മക്കൾ, മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിന്റെ സകല ക്രിസ്തുവിന് അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയും ദൈവത്തിന് അവകാശിയുമായിട്ട് ഒരു വ്യക്തി തീർന്ന് നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു എന്ന് പറയത്തക്കവണ്ണം ആ ദൈവിക തേജസ്സിനും ദൈവികമായ എല്ലാ ആ ആത്മീയ സമ്പത്തിനും ഉടമയായി തീരാനായിട്ട് ഒരു കാര്യം മാത്രം സംഭവിച്ചാൽ മതി. ഈ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വരികയും ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യം, അവൻ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം നമ്മൾ ഏറ്റെടുക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരനുഭവമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വീണ്ടും ജനനമാണ്, ഈ ഈ ദൈവത്തിൽ നിന്നുള്ള ജനനമാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ പല കാര്യങ്ങൾക്കും അവനെ യോഗ്യനാക്കി തീർക്കുന്നത്. ഇവിടെ വായിക്കുകയാണ്, ദൈവത്തിന് ജനിച്ചവരൊക്കെ സഹോദരങ്ങളെ സ്നേഹിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരേ വയറ്റിൽ ജനിച്ച സഹോദരങ്ങൾ നമുക്കുണ്ട്, ഒരേ അമ്മയുടെ ഒരേ അപ്പൻ്റെ മക്കളായിട്ടുള്ളവർ. എന്നാൽ അവരങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നൊന്നുമില്ല. കാരണം ആ ജനനം വെറും ജഡീയമായിട്ടുള്ള ജനനമായിരുന്നു, ശാരീരികമായിട്ടുള്ളൊരു ജനനം മാത്രമായിരുന്നു. പലപ്പോഴും ആ സഹോദരങ്ങൾ പരസ്പരം കൊല്ലാനും തല്ലാനും കീറാനും ഒക്കെ നടക്കുന്നത് നമുക്ക് തന്നെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. എന്നാൽ ദൈവത്തിങ്കൽ നിന്ന് ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ അതേ ദൈവത്തിങ്കൽ നിന്ന് അതേ
ദൈവത്തിന്റെ സ്നേഹം ഉൾക്കൊണ്ട് അതേ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന് വേറെ ഒരു ദൈവത്തിന്റെ പൈതലിനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. എത്ര മനസ്സുകൊണ്ട് തടഞ്ഞു വെച്ചാലും അത് സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. എനിക്കിപ്പം ഇവിടെ ഇരിക്കുമ്പോൾ സഹോദരൻ ദിനേശനെ കാണുന്നുണ്ട്, മോനെ ദിനേശാന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നത് എങ്ങനെയാന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഒരു ദൈവ പൈതലിനെ, നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങളെയും എനിക്ക് പലരെയും വ്യക്തിപരമായിട്ട് അറിയാം. അവരെയൊക്കെ വിളിക്കണമെന്നും വർത്തമാനം പറയണമെന്നും അവരോട് ആത്മീയ കാര്യങ്ങൾ പങ്കിടണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുക. കാരണം ദൈവത്തിങ്കൽ നിന്ന് ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന് വേറൊരു ദൈവ പൈതലിനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. അതൊരു അടയാളമാണ്, അവൻ സ്നേഹിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവദാസൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അടുത്ത കാര്യം പറയുന്നതാണ് അവൻ ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം. അപ്പം അത് ഒരു പരിശ്രമിച്ച് ജയിക്കുമല്ല. ആത്മീയമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന പല ജയങ്ങളും പല കാര്യങ്ങളും ഒന്നും പരിശ്രമത്തിന്റെ ഫലമല്ല, ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഫലമാണ്. ഫലമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെയും അവനിൽ വസിക്കുന്നതിൻ്റെയും ഫലമായിട്ടാ ഈ വാഗ്ദത്തങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന പല സവിശേഷതകളും നമ്മുടെ ശരീരത്തിലും സ്വഭാവത്തിലും ഒക്കെ കാണും. എന്നാൽ അത് എനിക്ക് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ജന്മന അല്ലെങ്കിൽ എൻ്റെ പിതാവിന് ഉണ്ടായിരുന്ന ചില സവിശേഷതകൾ എനിക്കുണ്ടായേക്കാം, എനിക്കുള്ളത് ചിലത് എൻ്റെ മക്കൾക്കുണ്ടായേക്കാം. അപ്പൊ ദൈവത്തിങ്കിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവമാണ് ഒരു വ്യക്തിയെ ഈ ലോകത്തെ ജയിക്കാൻ തക്കവണ്ണം ഇടയായി. എന്താ ഈ ലോകത്തെ ജയിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നാൽ മനുഷ്യൻ വീണുപോയത് ഈ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ആ വഞ്ചനയാലാണ്. ഈ അവൻ പാപത്തിൽ വീണു പോയത് എന്നുള്ളത് നമുക്കറിയാം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച സമയത്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യമായതുമായിട്ടുള്ള കാര്യത്തെ കണ്ട് അത് 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 അങ്ങനെയാണെന്ന് ഗ്രഹിക്കുകയും ദൈവകൽപ്പന മറന്നിട്ട് അതിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്ന് അവർ പ്രഖ്യാപിച്ച കാര്യം ഇതാണ്: ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ട്, നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ നന്മയും തിന്മയും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നിന്നിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് നന്മയും തിന്മയും ഒക്കെ അറിയണം. അതാ അവർ പറഞ്ഞത്. അല്ലാതെ നന്മയും തിന്മയും അറിയാത്തവരൊന്നും അല്ലായിരുന്നു. ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായപ്രമാണ കർത്താവായ ദൈവം അവരോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് നന്മയെന്നും തിന്മയെന്നും ദൈവത്തിൽ നിന്ന് അറിയാനുള്ള പ്രിവിലേജ് അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് അവർ നടന്നത്. അവർ തീരുമാനിച്ചത് എല്ലാ കാര്യത്തിനും അങ്ങനെ നിന്നോട് ചോദിച്ച്, ദൈവമേ അങ്ങയോട് ചോദിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതൊന്നും വേണ്ട, ഞങ്ങൾക്കും ആ ഗുട്ടൻസ് ഒന്നും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം, ഞങ്ങളുടെ നന്മ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ അത് പാപമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ അന്ന് മുതൽ ഈ ലോകത്തിന്റെ വഞ്ചനയിലും ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവനത്തിന്റെ പ്രതാപത്തിലും ഒക്കെ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ മനുഷ്യരാശിയെ മുഴുവൻ വഞ്ചിച്ച് സാത്താൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതാ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുകയാണ്. അവൻ ഈ ലോകത്തെ ജയിച്ചു, അവൻ പാപത്തെ ജയിച്ചു, അവൻ ജഡത്തെ ജയിച്ചു, അവൻ ജയാളിയാണ്. കണ്ടാലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ഭീഷണിക്കോ ലോകത്തിന്റെ പറ്റുമാനങ്ങൾക്കോ ലോകത്തിന്റെ മറ്റു നിലയിലുള്ള ചില പ്രസന്റേഷൻസിനോ ഒന്നും കർത്താവ് കീഴടങ്ങാതെ ലോകത്തിന്റെ വശ്യതയെ, ഒരിക്കൽ മനുഷ്യനെ തകർത്ത് കളഞ്ഞ ലോകത്തിന്റെ വശ്യതയെ അവൻ ജയിച്ചു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ വീണ് നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ദൈവത്തിന്റെ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശത്രുവിന്റെ വഞ്ചനയെ ജയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ച കർത്താവ്. എന്നിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ജഡത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തി അല്ലാതെ ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? നമുക്കറിയാമല്ലോ, തിമോഥെയോസിൽ നമ്മൾ വായിച്ചപ്പോഴും അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പം ആദാമിൽ നമുക്ക് എന്തൊക്കെ വീഴ്ചകളും കുറവുകളും പരാജയങ്ങളും സംഭവിച്ചുവോ അതിനെ പൂർണ്ണമായി റെക്ടിഫൈ ചെയ്യുന്ന നിലയിൽ അതിന് പരിഹാരമെന്നുള്ള നിലയിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു അതേ സ്ഥാനത്ത് പൂർണ്ണ ജയം നേടി ശത്രുവിന്റെ പ്രലോഭനങ്ങളിൽ വീണില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട്. അവനെ പരീക്ഷിച്ചു, ആത്മാവിനാൽ അവൻ മരുഭൂമിയിലേക്ക് പോയി നടത്തപ്പെട്ടു, അവിടെ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുക. അപ്പൊ ലോകത്തെ ജയിച്ച കർത്താവാണ് നമുക്കുള്ളത് എന്ന് മാത്രമല്ല, ദ വെരി ഫാക്ട് ദാറ്റ് ഹി കെയിം ഇൻ ദ ഫ്ലഷ്, അവൻ ഈ ജഡത്തിൽ വന്നു നമ്മളുടെ അതേ സമാനമായിട്ട് ഉള്ള അവസ്ഥയിൽ നമ്മൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അവൻ ജീവിച്ചു, പാപത്തിനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ആ പാപത്തെയും മരണത്തെയും തൻ്റെ ശരീരത്തിൽ അവൻ അതിനെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് അത് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവേ, നീ ഏത് നിലയിലുള്ള ജയമാണോ നീ നേടിയത്, അതേ ജയം എനിക്ക് നീ എന്നെ കൂടെ പാർട്ടേക്കറാക്കി, എന്നെ കൂടെ നീ അതിൽ പങ്കാളിയാക്കി എന്നുള്ളതാണ് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ലോകത്തെ ജയിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു വിശ്വാസ പ്രമാണം പറയുന്നത് കൊണ്ട് ജയിക്കുന്നു എന്നുള്ളതല്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങളെ ചപ്പെന്നും ചവറെന്നും എണ്ണി അതിനെ അവസാനം വരെ അതിനെ ജയിച്ച്, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ പരിഗണിച്ച് ഈ ലോകത്തിന്റെ പറ്റുമാനങ്ങളെ ജയിച്ച കർത്താവ്, ഈ ലോകത്തിന്റെ ആ എൻറ്റൈസിങ് ആയിട്ടുള്ള ലോകത്തിന്റെ അതിനെയൊക്കെ ജയിച്ച കർത്താവ്, ആ കർത്താവ് ആണ് എൻ്റെ നാഥനും എൻ്റെ കർത്താവും. ലോകത്തെ ജയിച്ച യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവപുത്രനാണ് അവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിൽ കടന്നു വന്ന ദൈവപുത്രനായ യേശുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോൾ, അതേ വിശ്വാസത്തിലൂടെ ഞാൻ പ്രഖ്യാപിക്കുന്നത് എൻ്റെ കർത്താവ് നേടിയ ജയം എൻ്റെ ജീവിതത്തിലും എനിക്കും സ്വായത്തമാക്കാൻ കഴിയും. അതിനാണ് അവൻ ജഡമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൻ നേടിയ ജയം എൻ്റെ ജയമാക്കി തീർക്കാൻ വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ പാട്ടിൽ പാടുന്ന പോലെ ജയഗീതം പാടിടുവാ നിൻ ജയം നീ എനിക്കേകിയല്ലോ. അപ്പം അവൻ ജയിച്ചു, ഞാൻ ജയഗീതം പാടാനായിട്ട്. അവന്റെ ജയഗീതം അവൻ ജയിച്ച ആ ജയഗീതം ഞാൻ പാടാൻ വേണ്ടി അവന്റെ ജയം എൻ്റെ ജയമാക്കി അവൻ തീർത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ഈ ലോകത്തെ ജയിച്ച ഒരേ ഒരു വ്യക്തി, ഈ ലോകത്തിന്റെ പറ്റുമാനങ്ങളെയും വശ്യതയെയും ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും ലോകത്തിന്റെ എല്ലാ മഹത്വവും തരാമെന്ന് പറഞ്ഞ ഓഫറുകളെയും ഒക്കെ ജയിച്ച വ്യക്തി, ഒരിക്കൽ ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യമെന്ന് തോന്നി പഴം പറിച്ച് തിന്നെങ്കിൽ ഈ ലോകത്തിന്റെ സകല മഹത്വവും കാണിച്ചിട്ടും അതിനു മുന്നിൽ വീഴാതെ എന്നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞ് ദൈവകൃപയിൽ നിന്നതായിട്ടുള്ള മനുഷ്യനായ യേശുക്രിസ്തു, അവൻ ദൈവപുത്രൻ, അവൻ മനുഷ്യനായിട്ട് തീർന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന അങ്ങനെ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലിനുള്ള അവൻ അങ്ങനെ ജനിക്കുമ്പോഴുള്ള അവന് ലഭിക്കുന്ന യോഗ്യതയാണ് അവൻ ലോകത്തെ ജയിക്കാൻ വേണ്ടി ജനിച്ചവന്. ജനിക്കാനായി ജനിച്ചവൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, ഹീ ഈസ് ബോൺ ടു വിൻ. അവൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാ. ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തി ഈ ലോകത്തെയും പാപത്തെയും പിശാചിനെയും ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. അവന്റെ ജനനം, the very fact that he is born from God itself qualifies him that he is going to win or be victorious. അവൻ വേറെ ഒന്നും അവന് വേണ്ട. അവൻ ദൈവത്തിങ്കൽ നിന്ന് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവകൃപയാൽ ജനിച്ചവനാണ് എന്നുള്ളൊരു സത്യം കൊണ്ട് മാത്രം. കാരണം അവന്റെ ജനനം ഈ ലോകത്തിനല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, അങ്ങനെ ഒന്നുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് വായിക്കും. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അവൻ ലോകത്തെ ജയിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നത്തെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചില
കെട്ടുകഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. യേശു വന്നേ ഉള്ളൂ, ഒരു ഫാൻറ്റം പോലെ ജീവിച്ചതാണ്, സത്യത്തിൽ ശരീരത്തിലൊന്നും വെളിപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ അവൻ്റെ ജനനത്തിങ്കിലും അവൻ്റെ മരണത്തിങ്കിലും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പ്രഖ്യാപിക്കുന്നു. നമ്മളിന്ന് കേൾക്കുന്ന പല വിശ്വാസ പ്രമാണങ്ങൾ എന്നും പറഞ്ഞ് കേൾക്കുന്ന പല കാര്യങ്ങളും ഇതുപോലുള്ള ഒരു ഹെരസി അന്ന് വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് പ്രതി മരുന്നായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആൻറ്റിഡോട്ട് എന്ന പോലെ ഉണ്ടായിട്ടുള്ള ചില ഡോക്ട്രിൻസ് ഇന്ന് പല ആൾക്കാരും അതിനെ വ്യാഖ്യാനിച്ച് അതിനെ വേറെ നിലയിൽ ആക്കിയ നിലയിലൊന്നും അല്ല അത് സത്യത്തിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ മാതാവെന്നോ അല്ലെങ്കിൽ ഈ പല പദങ്ങളും ഉപയോഗിക്കപ്പെട്ടത് അവൻ ആ മറിയയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടി അവൻ്റെ ജനനം മുതൽ അവൻ്റെ അവസാന ശ്വാസം വരെയും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഇതിനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇട്ടുകൊണ്ട് അവരുടെ ബുദ്ധിയുടെ തന്ത്രികളിലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുന്നുണ്ട്. അവരുടെ ലോജിക്ക് വെച്ച് അതിനെ കസർത്ത് അതിനുമേൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കസർത്ത് നടത്തിയാലും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്നുള്ളതാ എനിക്കതിനോടൊക്കെ പറയാനായിട്ടുള്ള കാര്യം. എല്ലാത്തിൻ്റെ ഉത്തരവ് എനിക്കറിയത്തില്ല. എന്നാൽ എന്തിനാണ് അത് എഴുതിയത്, എന്താണ് അതിൻ്റെ അർത്ഥം? അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്? പ്രിയപ്പെട്ടവരെ, അവൻ പൂർണ്ണമായും ആ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമാക്കി. എന്നിട്ട് പറയുക, ഈ ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 കാര്യങ്ങളുണ്ട്. കാരണം അത് God can never come in the material form, in the material world. ഈ വസ്തുമയമായിട്ടുള്ള ഈ ലോകത്തിൽ ദൈവത്തിന് വരാൻ കഴിയത്തില്ല, ഈ മാറ്ററിൽ വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞേക്കാണ് രക്തം, ജലം, ആത്മാവ്, ഇങ്ങനെ 3 കാര്യങ്ങൾ. ആത്മാവ്, രക്തം, ജലം, അത് എന്താണെന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. കർത്താവിന്റെ ഈ ലോക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, ഈ ലോക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിഷേധിക്കാൻ ആവാഹനമുള്ള 3 കാര്യങ്ങളെ അവിടെ പറയുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അവന്റെ ജനനം അത് പരിശുദ്ധാത്മാവിനാലായിരുന്നു, അവന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാലായിരുന്നു, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. ആത്യന്തികമായി അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് എന്ന് എഫേസ്യർ എഴുതുന്ന ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കും. അവനിൽ ഈ അത്യന്ത ശക്തി നിങ്ങൾ അറിയണമെന്നും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ശക്തി അവനിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു കർത്താവിന്റെ ജീവിതമെന്നും അവൻ സ്നാനപ്പെട്ടത് അവന്റെ ആ സ്നാനത്തെയാണ് ആ വെള്ളം സൂചിപ്പിക്കുന്നതെന്നും അവന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ സംഭവിച്ച കാര്യവും പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ അവിടെ സാക്ഷ്യം പറയുന്നതും, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് 3 വ്യക്തികളെയും കാണാനായിട്ട്, വ്യക്തിത്വങ്ങളല്ല, ശക്തികളല്ല, വ്യക്തികളെ, 3 വ്യക്തികളെ ഒരേ സമയം നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ. അതുപോലെ തന്നെ എടുത്താലും കൈക്കൊള്ളുന്നു. അതെ, ദൈവത്തിന്റെ സാക്ഷ്യമോ തൻ്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചത് തന്നെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ ഏതാന്നൊക്കെ ഉള്ളത്. നമ്മൾ പഴയ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പം മോശയെ പറ്റി, തിരുവെഴുത്തിനെ പറ്റി, മറ്റു പല കാര്യങ്ങളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഇവയൊക്കെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുക. ഏകദേശം ഒരു 10 കാര്യങ്ങൾ 5-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇതിനു മുന്നേ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ചുമയും വിമിഷ്ടവും കൊണ്ട് പറയാനും പറ്റുന്നില്ല. നോക്കിയാട്ടെ. അതെ, ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഈ സാക്ഷ്യമുണ്ട്. പുത്രനെ കുറിച്ച് പിതാവ് പറഞ്ഞതായിട്ടുള്ള സാക്ഷ്യം ഈ ലേഖനത്തിലും സുവിശേഷങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം, ഈ പിതാവ് പുത്രനെ കുറിച്ച്
പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ് എന്നുള്ളത്. ഈ ലോകത്തിലുള്ള ഈ കാര്യങ്ങളെക്കാളും വലിയ സാക്ഷ്യം ഉണ്ട്. തൻ്റെ പുത്രനെ കുറിച്ച് വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ യേശുവുമായിട്ട് ഈ നിത്യജീവൻ ഒരു ബന്ധവുമില്ല, ഇത് മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് നമുക്ക് നേടേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ജീവൻ, ഈ നിത്യജീവൻ ആ പുത്രനിൽ ഉണ്ട് എന്നുള്ളതാണ് പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സാക്ഷ്യം. ആ സാക്ഷ്യമോ നമുക്ക് അവൻ തന്ന നിത്യജീവൻ തന്നെയാകുന്നു. ഇറ്റേണൽ ലൈഫ്, അതാണ് നമുക്ക് അവൻ തന്ന സാക്ഷ്യം എന്ന് മാത്രമല്ല, അത് കൈക്കൊള്ളുന്നവന് ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല, പുത്രനുള്ളവന് ജീവനുണ്ട്. ആ സാക്ഷ്യം കൈക്കൊള്ളുന്നവന്, പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം കൈക്കൊള്ളുന്നവന് നിത്യജീവനുണ്ട് എന്ന് നമ്മളവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്നും ഇതിനുള്ള കാര്യങ്ങൾ പലതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. നാളെ നമ്മുടെ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് അത് ചിന്തിക്കാനും ആത്മീയ വർധന പ്രാപിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് ജനിച്ചവൻ ഈ ലോകത്തെ ജയിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിലോ ഇതിലോ ഒന്നും വീണ് കിടന്ന് ബുദ്ധിമുട്ടി അയ്യോ മുന്നോട്ടും പുറകോട്ടും പോകാൻ കഴിയുന്നില്ലല്ലോ, രക്ഷിക്കപ്പെടുകയും ചെയ്തു, മുന്നോട്ട് വരികയും ചെയ്തു, ചെങ്കടലിന്റെ തീരത്ത് വന്നു, ഇപ്പൊ പുറകിൽ മിസ്രയീം സൈന്യം, മുന്നിൽ ആ ചെങ്കടൽ എന്നുള്ള നിലയിൽ കുരുങ്ങുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാത ഓൾറെഡി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്താകണം, ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് നമ്മുടെ വിളിയിൽ തന്നെ അതുണ്ട്, നമ്മുടെ ജനനത്തിൽ തന്നെ അതുണ്ട്. ചില ആൾക്കാർ പറയുന്നവര് ജനിക്കുമ്പോഴേ ജാതകം എഴുതി എന്ന് പറഞ്ഞ പോലെ ജനിച്ചപ്പോ തന്നെ ദൈവത്തിന്റെ ഹിതത്തിൽ നാം ലോകത്തെ ജയിക്കണമെന്നും ദുഷ്ടനെ ജയിക്കണമെന്നും ഉള്ളത് നമ്മുടെ ജന്മന നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. പ്രിയപ്പെട്ടവരെ, നാം ലോകത്തെ ജയിക്കും. ലോകത്തിന് മുന്നിൽ നമ്മൾ പരാജയപ്പെടത്തില്ല. ഈ ലോകത്തിന്റെ പല ഫിലോസഫികളും മറ്റു പല കാര്യങ്ങളും നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. നമ്മളോട് ബുദ്ധിപരമായും ആത്മീയമായിട്ടും എതിർത്ത് നിൽക്കുന്ന പല ശക്തികളെയും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാരണം ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെടും. നമ്മുടെ DNA എന്ന് പറയുന്നത് ഈ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാ, പരാജയപ്പെടാനുള്ളതല്ല. നമുക്കത് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാം, വിശ്വസിക്കാം, ലോകത്തെ ജയിക്കാം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അവിടെ ഒരു വിശ്വാസത്തിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതെ, അത് ഏറ്റെടുക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം. പിതാവ് യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം നമുക്ക് ഏറ്റെടുക്കാം. ജയാളികളായിട്ട് ജീവിക്കുക. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.